നിലവിലുള്ള പാർട്ടി തന്നെ പ്രതിപക്ഷത്ത് തുടരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഓപ്പോസിറ്റ് ഇരിക്കാനായിട്ട്. പ്രതിപക്ഷത്ത് ഇവിടെ LDF മാറ്റുമെന്നാണ് ആഗ്രഹം. അതെ, എന്നാലും ഉഷാറാവുള്ളൂ. UDF. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? സതീശന് കൊടുക്കാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വോട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ആരായിരിക്കും പ്രതിപക്ഷത്ത് വരുന്ന നേതാവ്, ആരായിരിക്കും പ്രതിപക്ഷ പാർട്ടി എന്ന് നമുക്ക് ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. ഹായ് ബ്രോ. ഇലക്ഷനൊക്കെ ഇപ്പൊ കഴിഞ്ഞല്ലേ? അപ്പം ഇനിയിപ്പോ അടുത്തത് പ്രതിപക്ഷത്ത് ഇരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടി ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഓപ്പോസിറ്റ് ഇരിക്കാനായിട്ട്. അപ്പൊ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന് സഖാവ് പിണറായി വിജയനൊന്നും പറ്റൂല, റിയാസ് അദ്ദേഹത്തിനെ കൊണ്ടിട്ട് ചെയ്യിക്കണമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഇതൊക്കെയാണെന്നുള്ളത്. പ്രതിപക്ഷത്തിൽ ഇപ്പം അറ്റ് ദ മൊമെന്റ് നമുക്ക് ആരുമില്ല അങ്ങനെ ഒരു എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് പറയാനില്ല പ്രതിപക്ഷത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വരുന്നതല്ല. അത് വെരി സെയിം ടൈം കോൺഗ്രസ് വരികയാണെന്നില്ല, അവർക്ക് ഇപ്പോഴും എലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലുണ്ട് കോൺഗ്രസിൽ നിന്ന്, പിന്നെ പറയുന്നത് VD സതീശൻ അദ്ദേഹം ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല ശശി തരൂർ, അദ്ദേഹത്തെ നമ്മൾ സെൻട്രൽ നിന്ന് ഇറക്കിയിട്ടാണെങ്കിലും CM ആക്കാം. പറഞ്ഞില്ലേ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐ എം നോട്ട് സെയിങ് ദാറ്റ് ദേ വീക്ക്, ബട്ട് എന്താണ് കുറച്ചുകൂടി പവർലെസ് ആയി വരികയാണ്. ലാൻഡ് സ്ലൈഡ് വരാനാണ് സാധ്യത ഇപ്രാവശ്യം കോൺഗ്രസ് ജയിക്കാനായിട്ട്. ഹോപ്പ്ഫുള്ളി അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ 3.0 വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് പിന്നെ തുടച്ചു നീക്കപ്പെടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മ പറഞ്ഞതല്ല, ചെയ്യണേല്ല ആൾക്കാർ. അതായത് ഇപ്പോൾ ഇങ്ങനെ പരിപ്പിച്ചില്ലാണ്ടാക്കി എന്തോരം സ്ഥലങ്ങളുണ്ട്, എത്ര പാർട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സംഭവിക്കും. അത് മനസ്സിലാക്കല്ല കേരളത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കല്ല, പാർട്ടിയുള്ള ആൾക്കാർ മനസ്സിലാക്കല്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും മെയ് 4 അറിയാല്ല. മെയ് 4 വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ എന്തെങ്കിലും എല്ലാവരും മെയ് 4 ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ജനിച്ചു വളർന്നുകൊണ്ട് പറഞ്ഞതല്ല, നമുക്ക് കോൺഗ്രസ് ആണ് അന്ന് ഇന്നുമായിട്ട് നമുക്ക് തോന്നിയേക്കണത് വികസനം എന്നുള്ള കാര്യത്തിൽ വരുമ്പോഴത്തേക്കും. കമ്മ്യൂണിസത്തിലോട്ട് നമുക്ക് അത്ര അങ്ങാട് ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ പാർട്ടി എന്നുള്ള രീതിയിൽ പാർട്ടി ഏറ്റവും വലിയ പാർട്ടി അതൊരു തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വന്നം അതെങ്ങനെയാണത്? അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, ഇനിയില്ല, കാലാകാലം അങ്ങനെ തന്നെയാണ്. പോകണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ വന്നം. ഇപ്പൊ ഈ കാണുന്ന പാലയുടെ ഫ്ലൈഓവർ ഒക്കെ പറയുമ്പോഴത്തേക്കും അവർ പറയും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടെന്ന്. നമുക്കറിയാലോ കോൺഗ്രസ് ഉണ്ടെന്നേക്കുള്ളത്. ഞാനൊക്കെ കർണാടകം പറഞ്ഞപ്പെടുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കണേ, നമ്മൾ അന്നോട്ട് പഠിച്ച് കണ്ടു വളർന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം തന്നെയാണ്. അത് അന്നും ഇന്നും ഞാൻ തന്നെ. ഇപ്പൊ തോമസ് എടുത്തക്കാരിൽ ജയിക്കും ജയിക്കുമെന്നില്ലെന്നല്ല, ജയിക്കുക കടക്ക് നമുക്ക് പാക്കലാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കല്ലേ? അപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ അവസരത്തിലേ അടുത്ത പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടി ഏതായിരിക്കും? നിലവിലുള്ള പാർട്ടി തന്നെ പ്രതിപക്ഷത്ത് തുടരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, എന്തുകൊണ്ട്? അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരായിരിക്കും പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോകുന്ന നേതാവ്? പ്രതിപക്ഷ നേതാവിനെ അവർ തന്നെ തിരഞ്ഞെടുക്കട്ടെ. അവർ തമ്മിലുള്ള തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. അവരാരാകും പ്രതിപക്ഷ നേതാവ്, ഏത് നേതാവിന് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. കാരണം അവരുടെ ഉള്ളിലുള്ള തർക്കങ്ങൾ തീർന്നിട്ട് വേണം അവർ യഥാർത്ഥ ഒരു നല്ലൊരു പ്രതിപക്ഷമാകാൻ. നല്ലൊരു പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിലവിലുള്ള ഒരു പ്രതിപക്ഷമാകാനേ ഇപ്പൊ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഭരണപക്ഷത്തെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വിമർശിക്കണം. അല്ലാതെ ഏതിനെ വിമർശിക്കുന്നത് ഒരു നല്ല പ്രതിപക്ഷമായിട്ട് തോന്നിയിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടില്ല. അങ്ങനെ CPM ആയിരിക്കും. അപ്പം ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? നേതാവെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, പക്ഷെ അത് പോളിറ്റ് ബ്യൂറോന്റെ ഇതാണ്. അതെ, ചേട്ടൻ എന്തുകൊണ്ടാണ് LDF ആയിരിക്കും എന്ന് പറയാൻ കാരണം? കാരണം ഇവിടെ വരാൻ ചാൻസ് കൂടുതലും കോൺഗ്രസ് വരാനോ ചാൻസ്. അതെ, എന്നാലും ചേട്ടന്റെ അഭിപ്രായങ്ങളൊന്ന് കൂട്ടാമായിരുന്നു. കോൺഗ്രസ് വരാനാണ് ചാൻസ്, അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആരെയാണ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ പാർട്ടിയൊന്നുമില്ല. എന്നാലും ഈ UDF ആരാണ് നല്ല മനുഷ്യൻ? VD സതീശനായിരിക്കും. സതീഷ് ചേട്ടൻ പുള്ളി ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടാ? 80% ചാൻസ് ഉണ്ട്. പക്ഷെ പുള്ളിയുടെ മണ്ഡലത്തിൽ പറവൂര് മണ്ഡലത്തിൽ പുള്ളിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമൊന്നുമല്ലല്ലോ. അതൊരു എല്ലാ ഭാഗത്തിലും ഇപ്പൊ എല്ലാ പാർട്ടികളിലും ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പല അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്, പറയാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അവിടെ ഒരു ഗുണം ചെയ്യാത്ത ഒരാളാണ് VD സതീശൻ എന്ന് പറയുന്നുണ്ട് ആൾക്കാരെ. ഞാൻ എൻ്റെ വെച്ച് ഞാൻ പറയാം, ഇപ്പൊ ഓരോ വ്യക്തികളുടെ കാര്യങ്ങളിൽ ഓരോ പാർട്ടികൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലുണ്ട്, മാങ്കൂട്ടത്തിൽ, അങ്ങനെ പല കേസുകളും. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സതീശൻ വരാനാണ് ചാൻസ് കൂടുതലും. സഖാവിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പിണറായി സഖാവിനെ കുറിച്ച് നല്ല മനുഷ്യനാണ്. പുള്ളി പല ഇത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് വന്ന ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, പുള്ളി കുഴപ്പമില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്.
ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇലക്ഷനൊക്കെ കഴിഞ്ഞാലോ ഇപ്പൊ? അപ്പൊ ഇനിയിപ്പോ അടുത്തത് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടി ഏതാ? പ്രതിപക്ഷത്ത് ഇവിടെ LDF മറ്റൊന്ന് ആഗ്രഹം. അതെ, എന്നാലും ഉഷാറാവുള്ളൂ. അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? നേതാവൊക്കെ കണ്ടിട്ട് കാണണം, കാത്തിരുന്ന് കാണാൻ ആരാധന. അല്ല, എന്നാലും ചേട്ടന്റെ അഭിപ്രായം പറ. ഇപ്പൊന്നും പറയാൻ പറ്റില്ല, പഴയ ആൾക്കാരും ഉണ്ട്, ഇപ്പോഴൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതെ, അത് രാഷ്ട്രീയമാണ്, ചേട്ടൻ ഇഷ്ടമാണോ? അതിന് കുഴപ്പമില്ല, പറഞ്ഞോ. ഓക്കെ. അപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കല്ലോ ഇപ്പൊ. അതല്ല, അപ്പം അടുത്തത് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടി ഏതായിരിക്കും? UDF. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? സതീശന് കൊടുക്കാൻ സാധ്യതയില്ല. സതീശൻ ദയനീയ തോൽവിയായി പോയില്ലേ. അതെ, സതീശന് കിട്ടാൻ തീരെ സാധ്യതയില്ല. ചേട്ടന്റെ 2 വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കും കൂടുതലായിട്ടും. നമുക്ക് ഇപ്പൊ ഭരിക്കുന്ന മന്ത്രിമാരെ കുറിച്ച് ഒരാളെ കുറിച്ചെങ്കിലും ഒരു മോശമായ ഒരു അഭിപ്രായം പറയാൻ ഒരു പ്രതിപക്ഷ നേതാവിനും പോലും പറ്റിയിട്ടില്ല. ശരിയാണോ? വെറുതെ വായിലാക്കൊണ്ട് വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാനോ പറയാനോ ഈ ഒരു പ്രതിപക്ഷ MLA കൊണ്ട് പറ്റിയിട്ടില്ല. ശരിയല്ലേ? പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, വായില കിടക്കുന്ന ആക്കുകൊണ്ട് അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് LDF സർക്കാർ 110 തൂക്കും. 110 30. അതെ, ഉറപ്പാണ്, ഉറപ്പാണ്, പക്ക. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും തൃപ്പൂണിത്തറയും പിടിച്ചെടുത്തിരിക്കും. അതെ, അതും ഉറപ്പാ. അപ്പം ചേട്ടൻ പിണറായി സഖാവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലൊരു മനുഷ്യനാ, ഉള്ള കാര്യമാണ് പറയുന്നത്. എന്താ, പാവപ്പെട്ടവർക്ക് വേണ്ടി പെൻഷന്റെ കാര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തെ പെൻഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ പുള്ളി ഭരണം കിട്ടിയില്ലെങ്കിൽ ഇറങ്ങി പോണേ. ഈ ഭരണം മാറില്ല, 100% ഉറപ്പ് മാറില്ല. യാദൃശ്ചികമായിട്ട് മാറിയാൽ പിന്നെ അമ്മമാർക്ക് ഒന്നും 1 രൂപ പെൻഷൻ കിട്ടുമെന്ന് തോന്നണല്ലോ. ശരിയല്ലേ? കിട്ടില്ല, അതൊക്കെ എടുത്തു കളയും, ഒരു തർക്കമില്ല. പിന്നെ വയനാട്ടിലെ ഫണ്ട് മുക്കിയത്, അയ്യോ 500 കോടി രൂപയായിട്ട് പിരിച്ചിട്ട് 2 കോടി രൂപ കൊടുത്ത് കുറച്ച് സ്ഥലം മേടിച്ച് മലയിലിട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടായിട്ടുണ്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് പിണറായി തൂക്കി. അതെ, 30 തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കി. സഖാവിനെ കുറിച്ച് വേറെ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി സഖാവ്. നല്ല അഭിപ്രായം തന്നെ. സതീശനെ കുറിച്ച്, വീട്ടിൽ സതീശനെ കുറിച്ച് അതാ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വെറുതെ വായിട്ട് അടച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലാതെ വസ്തുതയോടുകൂടി കാര്യങ്ങൾ വിമർശിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം. അത് ആയിട്ട് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തോന്നിയിട്ടില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു.